ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതുവർഷത്തിന്റെ പുതിയ അറിവുകൾ പകരുന്ന ഒരു ദിവസമാണ്. ന്യൂ ഇയർ ന്യൂ ലൈഫ്. സുജിത് ഇരട്ടി ന്യൂ ലൈഫിന് ചേരുന്ന കുറെ കാര്യങ്ങൾ, അതിന്റെ കുറെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി സുജിത്തിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സുജിത്, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്തായാലും ലാസ്റ്റ് ജോബി സാർ പറഞ്ഞ സിനർജി, നമ്മൾ ഒരുമിക്കുമ്പോൾ, എനർജികൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു സംഭവമാണ് സിനർജി എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഒരു നോർമലി ഒരു കൾച്ചറൽ ടെൻഡൻസിയിൽ, കൾച്ചറൽ സോഫ്റ്റ്വെയറിലാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേക്കപ്പ് കോൾസ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേക്കപ്പ് കോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ജോബി സാർ മാത്രമേ എനിക്ക് സ്ക്രീനിൽ കാണുന്നുള്ളൂ, ഷാബ് സാർ മാത്രം. വേക്കപ്പ് കോൾ കേട്ടിട്ടുണ്ടോ? ഉണർത്ത് പാട്ട് എന്നൊക്കെ പറയുന്നത്. ഉണർത്ത് പാട്ട് എന്ന് പറഞ്ഞ പോലെ. അനിൽകുമാർ സാറുണ്ട്, അബ്ദുൽ റഹീം സാറുണ്ട്, സരസ്വതി മാം ഉണ്ട്, റോയ് സാറുണ്ട്. കോൾ. സുജിത് സാറെ, ബൈബിളിലെ സങ്കീർത്തനങ്ങൾ അത് രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ വലിയ ഉണർത്തുപാട്ടായിട്ടിരിക്കുന്നു. പല സങ്കീർത്തനങ്ങളും ഉണർത്തുപാട്ടായിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാവിധമായിട്ടുള്ള കർമ്മണ്യങ്ങളിൽ നിന്ന് കർമ്മണ്യരാക്കാൻ ഉണർത്തുപാട്ടായിട്ട് കർമ്മകാരസ്യ. ഈ വേക്കപ്പ് കോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മിക്കവാറും ഈ വേക്കപ്പ് കോൾ നമുക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാന്ത്യത്തിലാണ്. കാരണം നമ്മളിപ്പം ഇപ്പോൾ ആവറേജ് ഇവിടെ ഒരു 60 വയസ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. റോയ് സാറുണ്ട്, രാജു ഫിലിപ്പ് സാറിനെ, അനിൽകുമാർ സാറിനെ കാണുന്നത് 60 വയസ്സാണ് നമ്മളുടേതെന്ന് വിചാരിക്കുക. എല്ലാവരുടെയും ആവറേജ് ഏജ് 60 വയസ്സാണ്. നമ്മൾ എപ്പോഴാണ് ഒരു വേക്കപ്പ് കോളിലേക്ക്, വേക്കപ്പ് കോൾ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയും, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേക്കപ്പ് കോൾ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആരുടെയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ആയി തോന്നിയിട്ടുണ്ടോ? നമ്മൾ 100-120 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു നിമിഷം ഫുൾ സ്റ്റോപ്പ് ആയി എന്ന് തോന്നിയ ആരെങ്കിലും, അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് തോന്നൽ, ഫീലിംഗ് ആർക്കും ഉണ്ടായിട്ടില്ല? പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവാന്മാർ. മരണത്തെ മുഖാമുഖം കാണുക എന്ന് പറയും. ചിലപ്പോ പോകുന്ന വഴിക്കുന്ന വണ്ടി മറിഞ്ഞിട്ടാവാം, ഏതെങ്കിലും സിറ്റുവേഷനിൽ അപകടമോ ഒരു മേജർ ആയിട്ടുള്ള ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉള്ള ചിന്ത വ്യത്യസ്തമാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പം നോർമലി ഇരുന്നുകൊണ്ട്, നടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമോ നാളെ നമ്മൾ ഒരു ബെഡിഡൻ ആയിക്കഴിഞ്ഞാൽ? അങ്ങനെ ചിന്തിക്കാനേ പാടില്ല, കാരണം ചിന്തിച്ചാൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഉണ്ട്. ആ ഒരു സമയത്തെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമോ? അതായത് നമ്മൾ നേരെ നടക്കുമ്പോഴും നമുക്ക് പരാശ്രയിയായിട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തും നമ്മളുടെ ചിന്തകൾ ഒരേ രീതിയിലാണോ പ്രൊഡ്യൂസ് ചെയ്യുക? ഒരേ രീതിയിലാണോ ചിന്തിക്കുക?
ആരും അത് വിഷ്വലൈസ് ചെയ്തു പോലും ഇല്ല അല്ലെ. ഓക്കെ, എന്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു 1.5 വർഷത്തോളം ബെഡ് റിഡൻ ആയി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ ബെഡ് സോർ എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ബെഡ് സോർ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആരെങ്കിലും ഒരാൾക്ക് ബെഡ് സോർ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ പാലിയേറ്റീവില് പോകുന്നത് കാണാറുണ്ട്. കാണാറുണ്ട് അല്ലെ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല അല്ലെ. നമ്മൾ കാണുമ്പോൾ നമുക്ക് വിഷ്വൽ ഒരു ഇമ്പാക്റ്റ് ആണ് വരുന്നത്. നമ്മളൊരു ബെഡ് റിഡൻ പേഷ്യന്റിനെ പരിചരിക്കുന്ന സമയത്ത് നമ്മളിത് കാണും. നമുക്ക് വിഷ്വലി ഓക്കെ വേദന ഉണ്ടെന്ന് പറയും. നമ്മൾ അവരെ പരിചരിക്കാൻ ശ്രമിക്കും, നന്നായി ഡ്രസ് ചെയ്ത് കൊടുക്കും. അവർ വീണ്ടും വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരാറില്ലേ? അങ്ങനെ ആർക്കും ദേഷ്യം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ടോ? നമ്മുടെ അച്ഛനമ്മമാർക്കോ മുത്തശ്ശന്മാർക്കോ ബെഡ് സോർ വന്നതിന് ശേഷം അവരിങ്ങനെ വേദനയിൽ പൊളയുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം പരിചരിച്ചിട്ടും നമ്മൾ എത്രമാത്രം കെയർ ചെയ്തിട്ടും വീണ്ടും വീണ്ടും അവർ അസ്വസ്ഥരാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? നോ. നമ്മുടെ ജീവിതത്തിൽ വേക്കപ്പ് കോൾ എന്ന് പറയുന്നത് ഒരു എൻലൈറ്റ്മെന്റ് ആണ്. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്തും നമ്മൾ കിടക്കുന്ന സമയത്തും എൻ്റയർലി ഡിഫറെന്റ് ആണ് നമ്മുടെ വേ ഓഫ് തോട്ട്. കാരണം നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്തകൾ എന്തായിരിക്കും, നമ്മുടെ ഡ്രീംസ് എന്തൊക്കെയായിരിക്കും, നമുക്കൊന്ന് വിഷ്വലൈസ് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പോ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ചിന്തിക്കുക. 25 വയസ്സാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രായം. നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും 25 വയസ്സിൽ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ എന്ന് പറയാമോ? 25 വയസ്സുകാരുടെ ചിന്താഗതി. നല്ലൊരു ജോലി വേണം, നല്ല ട്രസ്റ്റ് ആയിട്ട് നല്ല പേഴ്സണാലിറ്റിയോടെ നടക്കണം, വിവാഹം കഴിക്കണം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളെ പ്രണയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? 25 വയസ്സുകാരനായ സാബു സാറിന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്? ഓക്കെ, ഞാൻ വാട്സപ്പിലല്ല, പണ്ട് നമുക്ക് കിട്ടിയ ഒരു സന്ദേശമാണ്. ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്, ഹാർട്ട് ബീറ്റ്സ് ഈസ് ലവ് എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിടപ്പിലാകുന്ന ഒരവസ്ഥയിൽ നമ്മളുടെ ചിന്ത, നമ്മൾ എന്താ സമയത്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെൽഫ് അവയർനെസിന്റെ വേറൊരു തലത്തിലെത്തും. നമ്മൾ നോർമലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേറൊരു തലം. 27-ാമത്തെ വയസ്സിൽ എനിക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാരണം ആക്സിഡന്റ് പറ്റി 2 കാലും പരിപൂർണമായി തകർന്ന് നട്ടൽ ഫ്രാക്ചറായി കിടക്കുന്ന സമയത്ത് എനിക്ക് ആ സമയത്തെ എന്റെ ചിന്തകൾ എനിക്ക് ഓർത്തെടുക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് എന്റെ ഡ്രീം എന്താണെന്ന് അറിയുമോ? എന്റെ സ്വപ്നം എന്താണെന്നറിയോ? ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുമോ? ആ ഒരു സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. രക്ഷപ്പെടണം എന്നല്ലേ? ഓക്കെ, രാജു സാർ, ആ ഒരു സിറ്റുവേഷൻ 27-ാമത്തെ വയസ്സിലേക്ക് രാജു സാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്. 27-ാമത്തെ വയസ്സിൽ ബെഡ് റിഡൻ ആവുന്ന രാജു സാർ, ഇപ്പം റിക്കവർ ചെയ്ത രാജു സാറാണ്. ആ സമയത്ത് പരിപൂർണമായി ശയ്യാവലംബനായ രാജു സാറിന്റെ ഡ്രീം, ഇല്ലെങ്കിൽ രാജു സാർ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക? കിടപ്പാണ്, നട്ടൽ ഫ്രാക്ചറാണ്, 2 കാലം തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് രാജു സാർ എന്തായിരിക്കും ദൈവത്തോട് ആവശ്യപ്പെടുക? 27-ാമത്തെ വയസ്സിൽ രാജു സാർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മ്യൂട്ടാണ് സാർ. ഞാൻ ആക്ച്വലി 27-ാമത്തെ വയസ്സിൽ എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി.
മുമ്പ് ജോലി ജോലിയിലായിരുന്നു അല്ലെ? കല്യാണം മുമ്പ് ജോലി കഴിഞ്ഞില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ അച്ഛനമ്മമാരോടും ഫാമിലിയോടൊപ്പം ആരും താമസിച്ചിരുന്നത്? ഫാദർ ഇല്ലായിരുന്നു. മദർ മാത്രമേ. മദർ ഉണ്ട്. സഹോദരന്മാർ ഇല്ല. ഉണ്ടായിരുന്നു. ഓക്കെ. അവരുടെ ഉത്തരവാദിത്വം ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ? ആ ചിന്തയൊക്കെ ഉണ്ട്. പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞിരുന്നില്ലല്ലോ? ഇല്ല, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എല്ലാരും കല്യാണം കഴിച്ചു വിടണം. ഓക്കെ. അമ്മയെ സംരക്ഷിക്കണം. ഇതൊക്കെയായിരുന്നു ആ സമയത്തെ രാജു സാറിന്റെ ചിന്ത. ഓക്കെ. ആ സമയത്ത് ഇത് പാസ്റ്റ് ആണ്. നമ്മൾ ഒന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? എന്റെ 3 പെങ്ങന്മാരുടെ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ 4 പെങ്ങന്മാരുടെ കല്യാണം കഴിച്ചു വിടണം, അമ്മയെ നോക്കണം, എനിക്ക് ജോലി കുറച്ചും കൂടി ആർജവത്തോടു കൂടി ചെയ്യണം എന്നൊക്കെയാണോ ചിന്തിച്ചിരുന്നുണ്ടാവുക? ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുക? പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഫുൾ ടൈം ജോലി പാർട്ട് ടൈം ജോലി, ഫുൾ ടൈം ജോലി, അങ്ങനെയൊക്കെയല്ലേ? അത് നമ്മൾ ഫീൽ ചെയ്താൽ അതായത് നമുക്ക് 2 രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. നമ്പർ 1, നമ്മുടെ വിഷ്വലൈസേഷൻ. ഓക്കെ. 2 ഫീലിംഗ്, 2 എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ആ സമയത്ത് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആ സമയത്ത് ഫീൽ ചെയ്യുന്ന രാജ് സാർ ചിന്തിക്കുന്നുണ്ടാവുക, എനിക്കൊന്ന് എണീറ്റ് നടന്നിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ പെങ്ങന്മാരുടെയും അമ്മയുടെയും സഹായത്തോടെ അല്ലാതെ പരാശ്രയമില്ലാതെ എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മലമൂത്ര വിസർജനം പോലും ബെഡിലാണ് ചെയ്യേണ്ടത് വരിക. അത് ക്ലീൻ ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ്. ഇല്ലെങ്കിൽ ഹോം നേഴ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? ഒന്ന് എണീറ്റ് കക്കൂസി പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിച്ചത് എനിക്ക് തിരിഞ്ഞു കിടന്നാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ഒരു ഫോൺ വരുമ്പോൾ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുമ്പോൾ സാധിക്കുന്നില്ല അങ്ങനെ സിറ്റുവേഷൻ. കാരണം അത്രയ്ക്ക് സങ്കല്പിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് നോർമലി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങളായിരിക്കില്ല ആ സമയത്ത് കാണുന്നത്. ഞാൻ ദൈവത്തോട് ആ സമയത്ത് പ്രാർത്ഥിച്ചത്, എനിക്ക് പരാശ്രയമില്ലാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ എൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഞാൻ അന്നേരം കല്യാണം കഴിഞ്ഞിരുന്നില്ല, 27ാമത്തെ വയസ്സിൽ. നമുക്ക് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും, ചിലപ്പോ പോകുന്നുണ്ടാവും. അപ്പം ക്ലീൻ ചെയ്യാൻ ആരായിരിക്കും വരുന്നുണ്ടാവുക? അമ്മ, സഹോദരി, ഇവരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രൈം പ്രയോറിറ്റി എന്തായിരിക്കും? ഇവരുടെ സഹായമില്ലാതെ സ്വയം നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ എൻ്റെ ഫിസിക്കൽ നീഡ്, ശാരീരികമായ എൻ്റെ ആവശ്യം അതായിരുന്നു. ഓക്കെ. ആ സമയത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ് എന്തായിരിക്കും? സാമ്പത്തികമായ ആവശ്യം എന്തായിരിക്കും? മറ്റുള്ളവരെ ആശ്രയിക്കാതെ. ഓക്കെ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ഫിസിക്കൽ നീഡാണ്. ഫൈനാൻഷ്യൽ നീഡ്, നമുക്ക് എന്താണ് സാമ്പത്തികം, എന്തിനു വേണ്ടിയാണ് ആവശ്യം വരുന്നുണ്ടാവുക? ഇതും ശരി തന്നെയാണ്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് നിൽക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ സമയത്ത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതില് നമ്മൾ ചിന്തിക്കുക, പരാശ്രയമില്ലാത്ത അവസ്ഥ എന്ത്? ആദ്യം ഫിസിക്കൽ നീഡാണ്, 2 ഫൈനാൻഷ്യൽ നീഡാണ്. ഫൈനാൻഷ്യൽ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫൈനാൻഷ്യൽ നീഡിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല ആ സമയത്ത്. കാരണം അത് ചിലപ്പോൾ അൺകണ്ടീഷണലി ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഫൈനാൻഷ്യൽ നീഡ് ഓക്കെ. ഒരുപക്ഷെ എനിക്ക് 3 മക്കൾ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 3 പേരും 3 രാജ്യത്താണ്. ഞാൻ ആ സമയത്താണ് ബെഡ് റിഡൻ ആവുന്നതെങ്കിൽ എൻ്റെ ഫിസിക്കൽ നീഡിന് ഈ 3 മക്കളും സമയത്ത് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ആ സമയത്ത് ഫിസിക്കൽ നീഡിന് അവർ ചിലപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെക്കും, ഒരാളെ അഡീഷൻ വെക്കും. അപ്പൊ അവിടെ എന്താ വേണ്ടേ? ഫൈനാൻഷ്യൽ നീഡാണ്. അവരെ വെക്കണമെങ്കിൽ പൈസ വേണ്ടേ? ഓക്കെ. ആ സമയത്ത് അങ്ങനെ കിടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ
ചിന്തിക്കാൻ സാധിക്കില്ലേ? ഇവരെയൊന്നും ആശ്രയിക്കാതെ എനിക്ക് എണീറ്റ് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് എന്റേതായ വരുമാന മാർഗം എനിക്ക് തേടാൻ സാധിച്ചിരുന്നെങ്കിൽ, മറ്റാരാളെയും ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ നീഡാണ്. വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് സ്പിരിച്വൽ ഓറിയന്റഡ് ആയിരിക്കും. സ്പിരിച്വാലിറ്റി ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാവുന്നത് ആ സമയത്തായിരിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ കേന്ദ്രം, സെന്റർ എന്ന് പറയുന്നത് എനിമി സെന്റേഡ് ആയിരിക്കില്ല. എനിക്കൊരു ശത്രു ഉണ്ടാന്ന് വിചാരിക്കൂ. ആ ശത്രുവിന് ഉന്മൂലനം ചെയ്യണമെന്നാണോ ഞാൻ ചിന്തിക്കുക? അല്ല. അല്ല. അപ്പൊ ആ ഒരു സമയത്തിന് ആ ഒരു വേ ഓഫ് തോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും താഴെയുള്ള തോട്ട്. ഓക്കെ, നമ്മൾ ജനിച്ചു, കിടന്നു, കൈകാലിട്ടടിച്ചു, കമന്നു കിടക്കാൻ പരിശീലിച്ചു, മുട്ടിലഴഞ്ഞു, പതുക്കെ പിടിച്ചു നിന്നു, പിച്ച വെച്ചു, പതുക്കെ നമ്മൾ ജീവിതത്തിലേക്ക് നടന്നെടുത്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ ഒരു ഗ്രോത്ത് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത്. നടക്കുന്ന സമയത്ത് വീണു, വീണ്ടും നടന്നു, വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാൻ ശ്രമിക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേക്കുന്നു. അങ്ങനെ പിച്ച വെച്ച് നടന്ന് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതചര്യയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് അതൊരു നാച്ചുറൽ ഗ്രോത്ത്, നാച്ചുറൽ വേ ഓഫ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ അത് കഴിഞ്ഞ് ഫിസിക്കൽ നീഡ് കവർ ചെയ്തു. പരാശ്രയം കൂടാതെ ജീവിക്കാൻ കഴിയുന്നവരല്ലേ നമ്മളെല്ലാവരും തന്നെ? മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ ഞാൻ കണ്ടിരുന്നു. അബ്ദുൾ റഹീം സാറിനെ എനിക്കറിയാം, അനിൽകുമാർ സാറിനെ അറിയാം, സരസ്വതി മാം, നാഷ്, വിക്കി ജോർജ്, മാത്യു, ടോമി, ഷജി മാത്യു, ഇന്ദിര മാം, വിൻസൻ സാർ, ഇത്രയും പേര്. ഓക്കെ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ, പരാശ്രയായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്നില്ല. ഓക്കെ, നമ്മളെല്ലാം ഫിസിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്യുന്നവരല്ലേ? ഓക്കെ, അല്ലാത്തവരില്ലല്ലോ. അപ്പോ what one thing could you do aren't doing now? What a tremendous and huge achievement in your personal life. My first question, what one thing could you do aren't doing now? What a tremendous and huge achievement in your life. എന്റെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ഈ പുതുവർഷത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടം കൈവരിക്കുകയാണെങ്കിൽ ഏത് പ്രവൃത്തിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക? ഒരുപാട് പേര് ന്യൂ ഇയർ വന്നു, 2024 പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടം ഉണ്ടാവുമെന്ന് കരുതുന്ന ഏതൊരു കാര്യമാണ് നിങ്ങൾ ഈ ന്യൂ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വരെ ചെയ്യാത്തത്? ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് പറയാ. If you want to speak English fluently and perfectly, unconditionally and effortlessly, first you learn, listen more time, listen as half hour time. Okay. Listening English, that's most important things in the life. Next, listening, reading, writing. Listening and speaking, that's a core. Raju sir, നിങ്ങൾ ഈ പുതുവത്സരത്തിൽ എടുത്ത ഒരു തീരുമാനം ഇന്ന് വരെ ചെയ്യാത്തതായിരിക്കണം, പുതുതായി എടുത്ത തീരുമാനം ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, വ്യക്തിത്വമായി ബന്ധപ്പെട്ട്
നമ്മൾ 17 പേരാണുള്ളത്. ഓക്കെ, റോയ് സർ. അങ്ങനെ ഒരു പ്രത്യേക തീരുമാനം എടുക്കാനുള്ള ഇതിപ്പോ പുതുവർഷം ആയതുകൊണ്ടൊരു തീരുമാനം എടുക്കണമെന്ന് ഇതുവരെയും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. സാറൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടോ? സാറിന് മാറ്റണം എന്ന് പറയുന്ന ഒരു തീരുമാനം ഇല്ല. അങ്ങനെ ഒരു ഭാഗം എന്റെ ഓർമ്മയിലില്ല. ഗുഡ്. ജോബി സർ. ഞാനൊരു എടുത്ത ചെറിയൊരു തീരുമാനമാണ്. ഈ 2024 മുതൽ പാല് ഉപയോഗിക്കത്തില്ല. ഓക്കെ. ഒരു വൈറ്റ് പോയിസൺ ഒഴിവാക്കിയല്ലേ? പാല്, പഞ്ചസാര, ഉപ്പ്. പഞ്ചസാര നേരത്തോട്ട് ഉപയോഗിക്കുന്നില്ല. ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കും. രത്നൻ മാം. വിൻസൻ സാർ ഇപ്പൊ വന്നേ ഉള്ളൂ, അതുകൊണ്ട് ചോദിക്കുന്നില്ല. വിൻസൻ സാർ, ഈ പുതുവർഷത്തിൽ നമ്മൾ ഇന്ന് വരെ എടുത്തിട്ടില്ലാത്ത, അത് നമ്മൾ ഇന്ന് വരെ ചെയ്യാത്ത ഏതെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ സാർ തീരുമാനിച്ചോ? വിൻസൻ സാർ പോയി. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞല്ലോ, പരാശ്രയം കൂടാതെ ജീവിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പരാശ്രയം കൂടാതെ ജീവിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഓർത്താണ്. ഓ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, സാറിന് സംസാരിക്കുമോ? യെസ്. അപ്പോ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു കാര്യം തീരുമാനം എടുത്തത്, ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഈ ആരോഗ്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ എനിക്ക് പ്രായം വരിക. സാർ നേരത്തെ പറഞ്ഞ ആ പരോക്ഷ മറ്റുള്ളവരെ പരാശ്രയിക്കാണ്ട് ജീവിക്കാനായിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു ഭാരം ആവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, ബാഡ് ഹാബിറ്റ് 1-2 ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. നടക്കാൻ പോകില്ല, സമയത്ത് ഭക്ഷണം കഴിക്കില്ല, പിന്നെ വല്ലപ്പോഴും ചെറുതായിട്ടൊരു സ്മോൾ അടിക്കണ സ്വഭാവം. ഇതെല്ലാം നിർത്തി എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പുതുവർഷ ആരംഭത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വരെ ചെയ്യാത്ത കാര്യം അല്ലേ, പലപ്പോഴും കാര്യങ്ങള്. വേറെ ആരെങ്കിലും? സാർ. ഹലോ. ഓക്കെ. ഇത് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ഈ പുതുവർഷത്തിൽ ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ? ഒരു കാര്യമല്ല, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറുതായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യമല്ല, ഹെൽത്തിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, റിലേഷൻഷിപ്പിന്റെ കാര്യം, അങ്ങനെ പല പല കാര്യങ്ങൾ ഡെവലപ്പിന് വേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നീങ്ങുന്നുണ്ട്. അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീരീഡുകൾ ഇട്ടിട്ടുണ്ട്, അതിന് മുമ്പ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കഠിനമല്ല, ഇത്തിരി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതല്ല, ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കംഫർട്ട് സോണല്ല, ഒരു പെയിൻ സോണിൽ തന്നെ പ്രയത്നിക്കുന്നുണ്ട്. നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വാട്ട് വൺ തിങ് കുഡ് യു ഡു are in doing now, what a tremendous and huge achievement in your life, in your personal life, in your financial life, in your healthier life. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു വേണ്ടി പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അർജൻസി അഡിഷൻ ഉണ്ടായിട്ടുണ്ട്. അർജൻസി അഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അർജൻസി ഉണ്ട്. ഇമ്പോർട്ടൻ്റ്
അതിരാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ ലൈഫിന് എനിക്ക് ഹെൽത്തിയർ എന്നാൽ ലിവ് ലോങ് ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് എനിക്ക് യോഗ അനിവാര്യമാണ്. ജിമ്മിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു, അതും അനിവാര്യമാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അർജൻസി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അർജൻസി മീൻസ് എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാറുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്തായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പരിഗണിക്കാറില്ലേ? സ്വാഭാവികമല്ലേ? നമ്മൾ പരിഗണിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻസി വിഎസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചലഞ്ചിങ് സിറ്റുവേഷൻസ് അനുഭവിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോഴാണ്, പരസ്പരം വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഒരു സന്തുലിതമില്ലാത്ത അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. എമർജൻസി മീൻസ് എമർജൻസി എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഈക്വൽ ആണ്. അതായത് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ, അതിനെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ സബ്ജക്റ്റ് അർജൻസി വേഴ്സസ് ടു ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് ഈ അർജൻസിയെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുത്ത് അതിദ്രുതഗതിയിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന പല മനുഷ്യർക്കും ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില ആക്സിഡന്റലി ഒരു ബെഡിടനാവുന്ന സമയത്ത് നമ്മുടെ അർജൻസി എല്ലാം കട്ട് ചെയ്യപ്പെടും, റദ്ദ് ചെയ്യപ്പെടും, ഇല്ലേ? ഹമാസിന്റെ അതായത് ശരിക്കും പറഞ്ഞാല് പലസ്തീൻ ജനതയോട് വാട്ട് ഈസ് യുവർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ ചോദിക്കുന്നെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. ഇപ്പം ഒരു ശരാശരി ഒരു പലസ്തീൻകാരോട് ഒരു റെസ്ക്യൂ ഹോമില് ഇല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ഒരു പലസ്തീൻകാരന്റെ അടുത്ത് നമ്മൾ ക്യാമറയുമായി ചെന്നിട്ട് അവനോട് എന്താണ് നിന്റെ നീഡ് എന്ന് ചോദിച്ചാൽ അവൻ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? റോയ് സാറിന്റെ നീഡ് ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ ആയിരിക്കും പലസ്തീനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ഒരാളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ജീവിതം സാധാരണഗതിയിലേക്ക് ഒന്ന് ആക്കിയെടുക്കാനുള്ള ഒരു ഇതായിരിക്കും അവർക്കുള്ളത്. ബേസിക് നീഡ്സ് ആയിരിക്കും, അല്ലെ? ജീവൻ തന്നെയായിരിക്കും. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇതൊക്കെ ആയിരിക്കും അവർ ആവശ്യപ്പെടുന്നുണ്ടാവും. അതെ, അവർക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടണം, ഒരു സുരക്ഷിതമായി തങ്ങാൻ പറ്റുന്ന ഒരു താവളം അത് വേണം, ആവശ്യത്തിന് വസ്ത്രം വേണം. അത്രയല്ലേ അവർ ആവശ്യപ്പെടുകയുള്ളൂ. ഈ യുദ്ധത്തിന് മുമ്പുള്ള ഒരാളോട് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും അവർ ആവശ്യപ്പെടുന്നുണ്ടാവുക? യുദ്ധ കാലഘട്ടത്തിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, അല്ലെ? ചിലപ്പോൾ അവരുടെ ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം, അവരുടെ ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് നമുക്കിപ്പം ആ പലസ്തീൻകാരന്റെ ആവശ്യമല്ലേ നമുക്ക് വേണ്ടത്? ഫുഡ്, നമുക്ക് ഭക്ഷണം കഴിക്കണം, ഷെൽട്ടർ വേണം, തണുപ്പത്തില് അത്യാവശ്യം ഡ്രസ്സ് വേണം. അതല്ലേ ഒരു മനുഷ്യന്റെ ബേസിക് ഹ്യൂമൻ നീഡ്സ്? യെസ്. ഒരു കിടപ്പിലായ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ബേസിക് ഹ്യൂമൻ നീഡ്സ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയുന്നുണ്ടാവുക? നമ്മളൊക്കെ ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്,
നമ്മളൊരു 150 വർഷം ജീവിക്കുമെന്ന് വിചാരിക്കുക. നമ്മളെല്ലാം ഇപ്പം 60-70 വയസ്സുള്ളവരാണെങ്കിൽ നമുക്ക് 150-ാമത്തെ വർഷത്തിന് ശേഷം 150 വർഷം ഹെൽത്തിയസ്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ ജീവിക്കുന്നു. അതിനുശേഷം 150 വർഷത്തിന് ശേഷം ഒരു റിവേഴ്സ് നമ്മുടെ അങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? 150 വർഷത്തിന് ശേഷവും നമ്മുടെ വിഷ്വലൈസേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി എന്നൊക്കെ നമ്മൾ ഡ്രീം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഗാന്ധിജി ഇപ്പം ഒരുപാട് പേര് ഒരു 110 വർഷമൊക്കെ ജീവിച്ചുള്ളൂ, പക്ഷെ നമുക്ക് 150 വർഷം കിട്ടുന്നു വിചാരിക്കുക. അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ച് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട് പ്രകൃതിയാൽ പരിപോഷിക്കപ്പെട്ട് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്ന പ്രകൃതമല്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവിക്കും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് കിടപ്പിലാവുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ നമുക്ക് എൻലൈറ്റ്മെന്റ് കിട്ടും. എൻലൈറ്റ്മെന്റ് മീൻസ് ഇന്ന് ഞാൻ വക്കീലാണ്, ഇന്ന് ഞാൻ ഡോക്ടറാണ്, ഇന്ന് ഞാൻ IAS ഓഫീസറാണ്, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു നിമിഷം, ഓൺലി വൺ ചെറിയ മൊമെന്റിൽ അവർ പോലും അറിയാത്ത കാരണങ്ങളാൽ അവരൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി എന്തായിരിക്കും? ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ വിചാരിക്കും മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വത്തുണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാവണം, ലോകമറിയുന്ന പാട്ടുകാരനാവണം, ഇതൊക്കെ ഞാൻ ലോകമറിയുന്ന വക്കീലാവണം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ കിടക്കുന്ന സമയത്ത്, ബെഡിഡനാവുന്ന സമയത്ത് എനിക്കൊരു 3 പ്രമാദമായ കേസുകൾ കൂടി വാദിച്ച് ജയിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഓഫീസിൽ കുറച്ചുകൂടി സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ, എനിക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നല്ല ചിന്തിക്കുക. മറിച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആരൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനുശേഷമാണ് സെക്കൻഡറി ആൻഡ് തേർഡ്. ഫസ്റ്റ് പ്രയോറിറ്റി principle centered lifestyle, second priority family, third priority present job, fourth priority environment ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വേണ്ടത്, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്കാണോ അർജൻസി അഡിഷൻ ആണ്? അർജൻസി അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും, എമർജൻസി ആയിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഏറ്റവും കൂടുതൽ എമർജൻസി ഇല്ലെ അർജൻസിയുള്ള ഒരു കാര്യം പറയാമോ? നമ്മൾ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം അർജന്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഞാനിപ്പോ റോയ് സാറിനെ കാണാൻ വേണ്ടി വരികയാണ്. ഓക്കെ, റോയ് സാർ ഓഫീസിലേക്കും ഞാൻ എപ്പോഴും ഇരിക്കും. ഓക്കെ, ആ സമയത്ത് എനിക്ക് ഫോൺ ബെല്ലടിക്കുകയാണ്. ഞാൻ റോയ് സാറുമായിട്ട് സംസാരിക്കാൻ വന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഫോൺ ബെല്ലടിക്കും, സാബു സാർ എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റോയ് സാർ 1 മിനിറ്റ്, സാബു സാറിനെ എടുക്കുന്നു. ഇതിൽ എമർജൻസി ഓർ അർജൻസി ഫോൺ കോൾസിനല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം അപഹരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ? യെസ് ഓർ നോ? അർജൻസി, ഫസ്റ്റ് അർജൻസി അഡിഷൻ. മൊബൈൽ ഫോൺ ഒഴിവാക്കിക്കൊണ്ട് 1 മാസം
നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു നാളെ രാവിലെ മതി, ഒരു മാസം. അത് ആവശ്യമുണ്ട് ചെയ്യും സാറേ. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യും. ചിലപ്പോൾ സിറ്റുവേഷൻ നമ്മൾ പറ്റും. നമ്മൾ ആക്സിഡന്റിൽ ഞാൻ ഒരു 3 മാസത്തോളം അല്ല 6 മാസത്തിന് മേലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. കാരണം ഞാൻ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്ത് മൊബൈൽ ഫോണേ പോയി, പിന്നെ കിടക്കുന്നു, രോഗം, വേദന, ഇതിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആവശ്യമല്ല, അത് അത്യാവശ്യമായിരുന്നു. കാരണം ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആ സമയത്ത് ഞാൻ. വേദനയിൽ കിടക്കുന്ന സമയത്ത് നമുക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. അതെ, നോർമൽ ലൈഫിൽ ഇന്നവിറ്റബിൾ ആണെന്ന് തോന്നുന്നില്ല സാറേ. ആ ഉണ്ടെങ്കിൽ മെച്ചമുണ്ട് എന്നുള്ളൂ. യെസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഞങ്ങളുടെ തിരുവല്ലയിൽ ഒരു വിഭാസന ധ്യാന കേന്ദ്രമുണ്ട്. ഈ ധ്യാന കേന്ദ്രത്തില് നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല 1 മാസത്തേക്കോ. ആ ധ്യാനത്തിലുള്ള സമയത്ത്, അവിടെ താമസിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പത്രം വായിക്കാൻ പറ്റത്തില്ല, ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ മാത്രം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നത്, എൻ്റെ ഒരു സുഹൃത്തിന് ബ്രെയിൻ ക്യാൻസർ വന്നപ്പോൾ അവരോട് പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ലാൻഡ് ഫോണോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഷാജി സാർ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം, പക്ഷെ ആ ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം വരണം. ഇന്നലത്തെ ക്ലാസ്സില് ഇവിടെ ഒരു ഡോക്ടർ സാറാണ് ക്ലാസ് എടുത്തത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കരളിന്റെ ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പറഞ്ഞു, നമുക്ക് കരളിന് അസുഖം വന്നിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അതായത് ചില ശീലങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ചില പഥ്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അത് നമുക്ക് ഇപ്പോഴേ ശീലിക്കാം എന്ന് അദ്ദേഹം ആഡ് ചെയ്യും. കാരണം നമുക്ക് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാം, അതിനു മുമ്പേ പ്രിക്വേഷൻസ് എടുക്കാം എന്ന്. സാർ പറഞ്ഞ പോലെ വിഭാസന മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ കേട്ടത് സുധാ സാറിൽ നിന്നാണ്. ഡിവേറിനൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ അതിന് ആ ഒരു ധ്യാനം അല്ലെങ്കിൽ മൗനം ആചരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അവിടെ എനിക്ക് കിട്ടിയില്ല ചാൻസ്. അപ്പം പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയാലും ഇതേ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ആദ്യം പോകുന്നത് പോട്ട ധ്യാന കേന്ദ്രത്തിലാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആരും സംസാരിക്കരുത്. കാരണം സംസാരിക്കാതെ തന്നെ ഞാനപ്പോൾ സെപ്പറേറ്റ് റൂം എടുത്ത് സംസാരിക്കാതെ നിന്നു. പല ആളുകൾ സംസാരിക്കുകയാണെങ്കിൽ ചിരിച്ചിട്ട് ആംഗ്യ ഭാഷയിലൊക്കെ സംസാരിച്ചു പോയി. അതിനുശേഷം ഞാൻ 7 ദിവസം കഴിഞ്ഞു വീണ്ടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. പിന്നെ അട്ടപ്പാടിയിൽ ചെന്നിട്ട് ഇത്രയധികം ദിവസം, ഏകദേശം 21 ദിവസത്തോളം ഞാൻ സംസാരിക്കാതെ, വളരെ അപൂർവം കുറച്ച് വേർഡുകൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ആ മൊബൈൽ ഫോൺ ആദ്യം, പക്ഷെ ഡിവൈനിൽ എത്തുമ്പം അവിടെ നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഫോൺ ഏൽപ്പിക്കാം. അതേപോലെ തന്നെ കോട്ടയിലും നിർബന്ധമില്ല, ഫോൺ ഏൽപ്പിക്കാം. പക്ഷെ ലാസ്റ്റ് പോയ സ്ഥലത്ത് അവർ നിർബന്ധമായിട്ട് ഫോൺ വാങ്ങി വെക്കുമായിരുന്നു. കാരണം ആരും ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്ത് ധ്യാനത്തിന് പോയ സമയത്ത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അർജന്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് വേഴ്സസ് ടു അർജൻസി എന്ന് പറയുന്ന ഒരു വലിയ സമരത്തിലാണുള്ളത് പലപ്പോഴും. സാറേ, ഈ കോർപ്പറേറ്റ് ഫീൽഡിലും ബിസിനസ് ഫീൽഡിലും ഉള്ള ആൾക്കാർക്ക്, അവർക്ക് ബിസിനസിന്റെ കാര്യത്തിൽ ഇതിന് കോർപ്പറേറ്റിന്റെ മീറ്റിങ്ങിന്റെ കാര്യവും മാർക്കറ്റിങ്ങിന്റെ കാര്യവും പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടേണ്ടതുണ്ട്. ഓൺലി ദേ ക്യാൻ പ്ലാൻ ഇൻ എക്സ്ട്രാ ഡേയ്സ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണ് ഒരു അഡ്വാൻറ്റേജ് അല്ല, അവർക്ക് അത് നിർത്തിക്കഴിഞ്ഞാൽ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മുമ്പത് അർജൻസി അല്ലായിരുന്നു. കാരണം മൊബൈൽ ഫോൺ, എനിക്ക് തോന്നുന്നു ഇവിടെ ആവറേജ് ഒരു 40 വയസ്സ് 42 വയസ്സ്, എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 20 വയസ്സിന് മേലെ ആയിരിക്കും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ ലാൻഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടെയെന്ന് തോന്നുന്നു. വിൻസൻ സാറ്, സാബ് സാറ്,
അബ്ദുൽ റഹീം, സരസ്വതി മാം, നാഷ്, പി ജോർജ്, ആരും ആരും കാണുന്നില്ല അവിടെ. എലിയാമ്മ മാമും അത്യാവശ്യം ഓക്കെ. ഇപ്പൊ അപ്പം ലാൻഡ് ഫോൺ സാറേ, ഇപ്പൊ ലാൻഡ് ഫോൺ വീടുകളിൽ ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും സാറേ. അതെ, പക്ഷെ ഒരുപക്ഷെ നമ്മളുടെ ഒരു ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മള് വളരെ അപൂർവം, നമ്മുടെ നാട്ടിൽ 1-2 ഫോണൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ജോബി ജോസഫ് സാറിന്റെ വീട്ടിൽ ഫോൺ ഉണ്ടാവും. പക്ഷെ ഞാനൊക്കെ വന്നിട്ട് ഒരു ഫോൺ ആരെങ്കിലും വന്ന പി എന്ന് പറയും. ജോബി ജോസഫ് സാറിന്റെ ഫോൺ കൊടുക്കും. അപ്പം അവിടേക്ക് ഫോൺ വരും. അപ്പം അവരിന്ന് ആരെങ്കിലും വന്നിട്ട്, സാറിന്റെ മകൻ വന്നിട്ട് പറയും എന്നോട്, ഒരു ഫോൺ വന്നിട്ടുണ്ട് 12 മണിക്ക് വിളിക്കും പറയും. ഞാൻ വന്ന് സാറിന്റെ അടുത്ത് വന്നിരിക്കും. അപ്പൊ സാറിന് ചായയൊക്കെ തരും, വർത്താനൊക്കെ പറയും, ശ്രീത്തെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. 12 മണിയാകും ഫോൺ അറ്റൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനെ ഫേസ് ചെയ്തവരല്ലേ നമ്മളെല്ലാവരും. അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? നമ്മളെല്ലാവരും ഏതാണ്ട് എല്ലാവരും അതെ, ആ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മേജർ ചലഞ്ച് ഫേസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഏജിൽ ജനിച്ചു വളർന്നു, ഇൻഫർമേഷൻ ഏജിലൂടെ കടന്നുപോയി, ഇപ്പൊ നമ്മൾ വിസ്ഡം ഏജിലാണുള്ളത്. പലപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പം സാബു സാറ് ചാറ്റ് GPT കുറിച്ച് പറഞ്ഞു, ഗാമയെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ എന്റെ മോൻ വിളിച്ചപ്പോൾ പറഞ്ഞ സമയത്ത് അവരത് നേരത്തെ കേട്ടിരിക്കുന്നു. അവൻ എനിക്ക് പഠിപ്പിച്ചു തരാണ് ചാറ്റ് GPTയെ കുറിച്ച്. കാരണം നമ്മൾ ഇനിയും ഒരുപാട് ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്റെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികൾ അതേ പ്രായത്തിലുള്ള മക്കൾ ഉണ്ടാവും. അവരുമായിട്ട് നമ്മളൊരു മേജർ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ജനിച്ചതും വളർന്നതും ഇൻഡസ്ട്രിയൽ അവർ ജനിച്ചതും വളർന്നതും ഇൻഫർമേഷൻ ഏജിലും, ഇന്നിപ്പോൾ ജീവിക്കുന്നത് വിസ്ഡം ഏജിലുമാണ്. നമ്മൾ ജനിച്ചതും വളർന്നതും ഇൻഡസ്ട്രിയൽ ഏജിലും, നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഏജിലും. വിസ്ഡം ഏജ് എന്താണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ സാറേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിരുന്നത് നമ്മുടെ പേരൻസും നമ്മളും തമ്മിലൊരു ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന, ഇപ്പൊ സാറ് പറയുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ള അത് ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പം ഡിജിറ്റൽ ഡിവൈഡ് ആയി. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയും. നമ്മൾ ഡിജിറ്റലിനെ കുറിച്ച് നമ്മൾ അറിയുന്നു, അവര് അതിൽ തന്നെ ജീവിച്ച് തിരിച്ചറിയുന്നു. അപ്പൊ നമ്മൾ ആരാന്ന് വെച്ചാൽ മൈഗ്രേറ്റഡ് പീപ്പിൾ ആണ് അവരുടെ ലോകത്തേക്ക്. അതായത് ഇപ്പൊ ഇസ്രയേലിലും കാനഡയിലേക്ക് ഇന്ത്യയിലേക്ക് വന്നേക്കുന്ന പുറമേ നിന്ന് വരുന്ന ആളുകളെ പോലെയാണ് അവരുടെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമ്മൾ ചെന്നിട്ടൊക്കെ തപ്പിത്തടഞ്ഞ് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബഹുഭൂരിഷം പേരും. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ബഹുഭൂരിപക്ഷം പേരും ചാറ്റ് GPTയെ കുറിച്ച് ഞാനിപ്പോ സാബു സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇപ്പൊ നമ്മൾ പലരും അങ്ങനെ ആയിരിക്കും കടന്നു ചെല്ലുന്നുണ്ടാവുക. പക്ഷെ അവര് നേരത്തെ അത് അറിഞ്ഞിരിക്കുന്നു. അവരതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജനറേഷൻ ഗ്യാപ്പ് എന്നല്ല, നമ്മൾ അവരുടെ ലോകത്തേക്ക് കടന്നു കയറുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ അവരോട് സംശയങ്ങൾ ചോദിക്കുന്നു, അവരെ നിവൃത്തി വരുത്തുന്നു. അവർ അവിടെ ജീവിക്കുന്നവരും നമ്മൾ പുറമേ നിന്ന് വന്നവരുമാണ്. പഴയ കുടിയേറ്റ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ്. കാരണം അഗ്രികൾച്ചർ ഏജിൽ ഇപ്പൊ ഇരിട്ടി, ഞങ്ങളുടെ ഇതൊക്കെ നല്ലൊരു മലയോര മേഖലയാണ്. അവിടെ പക്ഷേ സാറേ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു പക്ഷേ നമ്മുടെ അത്ര ഈക്വലി സക്സസ്ഫുൾ ആയിട്ട് എല്ലാരും പോകുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ ഇതിൽ സാറേ? നമുക്ക് സക്സസ്ഫുൾ എവിടെയാണെന്നറിയാം. അവർ ഇന്റലക്ച്വൽ പവറിനെ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് നമ്മൾ സക്സസ് ആവില്ല. കാരണം ഇപ്പം ഒരുപക്ഷെ ചാറ്റ് GPT, നമ്മൾ ഗൂഗിളിലായിരിക്കും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക, അവർ ചാറ്റ് GPTയിലേക്കല്ലേ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അതേ സമയത്ത് ഇമോഷണൽ ലിറ്ററസി അത് നമുക്ക് കൂടുതൽ. സ്പിരിച്വൽ ലിറ്ററസി നമ്മൾ നമ്മുടെ പേരക്കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് പഴയ നീതി ശാസ്ത്രമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്ത് യാത്രയാണെന്നറിയോ? ഭാരത് ജോഡോ നീതി അല്ലെ? അല്ല, എന്റെ യാത്രയുടെ പേരെന്താ? ഭാരത് ജോഡോ
അന്യായ യാത്രയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ജസ്റ്റിസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, അതായത് പ്രിൻസിപ്പിൾസ് എൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ തലമുറകൾ കൈമാറ്റം ചെയ്തപ്പെട്ടു വന്നപ്പോൾ വന്ന ഒരു മൂല്യച്യുതിയാണ്. അതായത് ഞാനൊരു ക്രിസ്ത്യനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ക്രിസ്ത്യാനിറ്റിയില് ഓക്കെ, ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വേദപാഠം പഠിക്കുകയായിരുന്നു. ഈ വേദപാഠം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ധർമ്മ നീതികളെ കുറിച്ചുള്ള പഠനമാണ്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ നല്ലൊരു മനുഷ്യനായി മാറാം. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളുടെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കോട്ട് ചെയ്തിട്ട് അവരുടെ ഇന്റൻഷൻ, അവർ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും മാറി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചിത്ര പറഞ്ഞത്, പക്ഷെ അതുപോലും വക്രീകരിക്കപ്പെട്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാ സമസ്ത ജീവജാലങ്ങളും സുഖാവസ്ഥയിൽ ആയിരിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കണം. യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്നതുപോലെ സഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയാണ് മുഹമ്മദ് നബി വിഭാവനം ചെയ്തത്. നമ്മളിൽ ഇതിലെല്ലാം നമ്മൾ ഇന്ന് കലർപ്പ് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ മെയിൻ പോയിന്റ് ഞാൻ പറയുന്നത് അർജൻസി അഡിഷൻ ആണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു അർജൻസിയിലേക്കുള്ള ഒരു കൾച്ചറൽ ടെൻഡൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു റോയ് സാറ്, ജോബി മാത്യു സാറ്, വിൻസെന്റ് ജോസഫ് സാറ്, ഇവരെല്ലാം അതിനെ ഓവർകം ചെയ്ത ആളുകളായിരിക്കും. കാരണം നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നു, നിങ്ങളുടെ വരുമാനം നിങ്ങൾ എഴുതി വെക്കുന്നു, നിങ്ങളുടെ ചെലവുകൾ എഴുതി വെക്കുന്നു, നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു. അതായത് കറണ്ട് ചാർജ് നമുക്ക് എല്ലാ മാസവും അറിയാവുന്ന കാര്യമാണ്. ആ കറണ്ട് ചാർജ് ഇത്രയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് നേരത്തെ അടയ്ക്കും. ഓക്കെ, വെള്ളത്തിന്റെ നേരത്തെ അടയ്ക്കും. നമ്മുടെ ഇന്നത്തെ ജനറേഷൻ, ഓക്കെ, നിങ്ങൾ ഒരു പഴയ ജനറേഷൻ ആയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ ഇമ്പോർട്ടൻറ്റും അർജൻസിയും തിരിച്ചറിയുന്നവരാണ്. ഇമ്പോർട്ടന്റ് ആണ് അതെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അത് അർജൻസിയിലേക്ക് പോവാതെ മെയിൻറ്റെയിൻ ചെയ്യും. കറണ്ട് ബില്ല് വരുമ്പോഴേ നമുക്കറിയാലോ അടയ്ക്കേണ്ടത് എപ്പോഴാന്ന്. അന്നേരം തന്നെ പ്ലാൻ ചെയ്ത് അതങ്ങ് അടച്ചേക്കും. വെള്ളത്തിന്റെ അടയ്ക്കും, എല്ലാം അടച്ച് വരുമാനവും വരവ് ചെലവുകളെ. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും അത് പക്ഷെ ഇന്നത്തെ ജനറേഷൻ അത്തരത്തിൽ ചെയ്യുന്നവരാണോ? അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? അർജൻസി. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മർദ്ദമുള്ള മേഖലകളിൽ എൻഗേജ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻഗേജും ഒരു പ്രശ്നം വരുന്നു, അടുത്ത പ്രശ്നം വരുന്നു, ഫേസ് ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ആരോഗ്യം പരിഗണിക്കപ്പെടുന്നുണ്ടോ? ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി അവർക്കുണ്ടോ? ഇല്ല. നാളെ, അതായത് ഇന്ന് വരുന്നു, ചെലവഴിക്കുന്നു. നാളെ കുറിച്ച് കരുതി വെക്കുന്നവരാണോ നമ്മുടെ യുവതലമുറ? വന്നു പോയി, ദേ വന്നു ദാ പോയി, ആ രീതിയിലല്ലേ ഉള്ളത്? യെസ്. അപ്പം സദാസമയവും ഒരു എമർജൻസി ഇല്ലെങ്കിൽ അർജൻസിയിലേക്കുള്ള ഒരു അഡിഷൻ, അതായത് കൾച്ചറൽ ടെൻഡൻസിയില് ഇൻഫർമേഷൻ ഏജിലും ഉള്ള യങ് ജനറേഷൻ ഒരു അർജൻസി അഡിഷൻ ടെൻഡൻസി ഉണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ തന്നെ വേണം,
ഏത് കാര്യവും ഇപ്പോൾ തന്നെ വേണം. ഒരു ക്രെഡിറ്റ് കാർഡ് സൊസൈറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. കാരണം ക്രെഡിറ്റ് ആയിട്ട് കിട്ടും, വാങ്ങും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അർജൻസിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയകാല തലമുറ ഉണ്ടാക്കിയെടുത്ത ഒരു സാമ്പത്തിക അച്ചടക്കം ഇന്നത്തെ തലമുറയ്ക്കില്ല. അവർ സദാസമയം അർജൻസിയിലാണ്. അപ്പോൾ പരിഗണിക്കപ്പെടാൻ പറ്റാതെ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ അർജൻസിയിലാണ്, അല്ലെങ്കിൽ എമർജൻസിയിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വാട്ട് വൺ തിങ് കുഡ് യു ഡു ആർ ഇൻ ഡൂയിങ് നൗ ഇൻ യുവർ ഹെൽത്തിയർ ലൈഫ്. നിങ്ങളുടെ ആരോഗ്യപരമായ ജീവിതത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും. രാവിലെ എഴുന്നേക്കാൻ തീരുമാനിക്കുന്നു, ഞാനൊരു 2 കിലോമീറ്റർ നടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, ജിമ്മിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു, ഈ ന്യൂ ഇയറിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷേ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. കാരണം അതിന് അർജൻസി ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ അത്യാവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മാറ്റിവെക്കുന്നു. പ്രോക്രാസ്റ്റിനേഷൻ. അടുത്ത ദിവസത്തേക്ക്. ഇന്നിപ്പം രാവിലെ എണീക്കുമ്പോൾ കാലാവസ്ഥ ശരിയല്ല, ഇന്ന് ജിമ്മിൽ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ രാവിലെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നു. പതുക്കെ മാറ്റിവെക്കുന്നു. എനിക്ക് തടി കൂടുതലാണെന്ന് എനിക്കറിയാം, ഒബേസിറ്റി പല അസുഖങ്ങൾക്കും കാരണമാണെന്നറിയാം. തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു, യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്തു, കുറേ പ്ലാനിങ് ഈ വർഷം ചെയ്തു. പക്ഷേ ഈ എമർജൻസിക്ക് പുറകെ പോകുന്ന സമയത്ത് പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പലപ്പോഴും മാറ്റിവെക്കപ്പെടുന്നു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സക്സസിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തു പോകുന്നു. കാരണം എമർജൻസി അപ്പുറമുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഈ എമർജൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എമർജൻസി മീൻസ് ദിസ് ടൈം, ഇപ്പോൾ ചെയ്യണം. അത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് സിറ്റുവേഷൻ വരുന്നു. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ക്വാഡ്രന്റ് 1, ക്വാഡ്രന്റ് 2. ക്വാഡ്രന്റ് 1 മീൻസ് അർജൻസി. നമ്മളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നമുക്ക് അർജൻസിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നമ്മളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്ക് അത് ചെയ്യേണ്ടി വരും. ഡോക്ടർ ആണെങ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു വക്കീലിന് അത്രയും ഉണ്ടോ? ഇല്ല. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രം ഓഫീസിൽ പോയാൽ മതി. പക്ഷെ അങ്ങനെ അർജൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ആളുകൾ അത് ചെയ്യേണ്ടി വരും. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാലൻസിങ് ലൈഫ് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ക്വാഡ്രന്റ് 3 പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുറെ ഫോൺ കോളുകളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് ബട്ട് നോട്ട് അർജന്റ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. നമുക്ക് ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എനിക്ക് ഒരുപാട് പേരെ ഫോൺ ചെയ്യണമെന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ് ക്വാഡ്രന്റ് 4. അതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാവശ്യമില്ലാത്ത കുറേ ഫോൺ കോളുകൾ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം, ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ്. ഇമ്പോർട്ടന്റിൽ നമുക്ക് മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉല്ലാസയാത്ര പോവാം. പക്ഷേ പലപ്പോഴും സമയം കൊല്ലികളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ജനറേഷനിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ടിവിയുടെ മുമ്പിൽ പ്രൈം ടൈമിൽ ചർച്ച കേൾക്കാറുണ്ടോ? ആനുകാലിക സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ തലച്ചോറ് കൊണ്ട് അവിടെ വെച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു, BJP തൃശ്ശൂർ പിടിക്കുമോ? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ റോയ് സാർ? ഓ സാർ, ഇത് സ്വിച്ച് ഓഫ് ഇതാണ്, അൺമ്യൂട്ട് ചെയ്യും. ഞാൻ ഈ ക്യൂരിയോസിറ്റി എനിക്ക് അങ്ങനെ തോന്നാറില്ല.
കാരണം എനിക്ക് തോന്നുന്നത് ഞാനൊരു പാർട്ടിയുടെയും ഇതല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. എന്തോ എനിക്ക് അങ്ങനെ ഒരുപക്ഷെ സാർ അത് ഹാബിച്വൽ പാറ്റേണിലേക്ക് വരാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഡയറക്ട് കൺട്രോൾ, ഇൻഡയറക്ട് കൺട്രോൾ, നോ കൺട്രോൾ ഇഷ്യൂലാണ്. അവർക്ക് ഒരിക്കലും കൺട്രോൾ ഇല്ലാത്ത ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ സീരിയലുമായി കണക്ട് ചെയ്തിട്ട് അടുത്ത ദിവസം അവക്കെന്ത് സംഭവിച്ചു, കൊല്ലുമോ, അവളുടെ ആ കൊച്ചിന്റെ അച്ഛൻ ആര് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് എന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ സീരിയൽ അഡിക്ഷൻ ഉണ്ട്, എന്റെ അച്ഛൻ വാർത്തകളാണ്. അവര് എപ്പോഴും ഒരു ഇത് വരുന്നത്, എന്റെ കൊച്ചി പോകോ ചാനൽ കാണാൻ വരുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ നിശബ്ദനായിട്ട് ഇങ്ങനെ നോക്കി കാണാറുണ്ട്. അപ്പം അതൊരു കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് അർജൻസി അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്നു പക്ഷെ അർജന്റ് അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കാറുള്ളത് ഈ മൂന്നാമത്തെ കാര്യത്തിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഫോൺ കോളിൽ വന്ന് കുറേയധികം സമയം എനിക്ക് ഗുണമുണ്ടോ, അവന് ഗുണമുണ്ടോ, മറ്റൊരാൾക്ക് ഗുണമുണ്ടോ എന്നില്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ടോ? ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഗുണമില്ല, അവനും ഗുണമില്ല, വേറൊരാൾക്കും ഗുണമില്ല. സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ സാറും ഞാനുമായിട്ടൊക്കെ പ്രായത്തിന് വളരെ വ്യത്യാസമുണ്ട്. എൻ്റെ ഫാദറോ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള റോയ് സാറും എന്നെക്കാട്ടും ജൂനിയർ ആയിരിക്കും. ഏതാണ്ട് ഞങ്ങളുടെയൊക്കെ ആ പ്രായത്തിലുള്ള പേരൻസ് പറഞ്ഞിട്ടുള്ള ചിന്താഗതി അല്ല ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ ചിന്താഗതി വരുന്ന സമയത്ത് അവർക്കത് അരോചകമായിട്ട് തോന്നിയിരുന്നു. ഞങ്ങൾക്കിപ്പോൾ തോന്നുന്ന കാര്യം ഞങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രനോ അവർക്കത് അരോചകമായിട്ട് തോന്നണം. കാലത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ചിന്താഗതിയും ശാസ്ത്രം പുരോഗമനത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ചിന്താഗതി നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്പർ 1. നമ്പർ 2 ഞാൻ പറയാൻ കാരണം ഈ കമ്പ്യൂട്ടർ യുഗം വരുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ കേൾക്കാറുണ്ട് CPM ഒക്കെ അതിനെ എതിർത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പറഞ്ഞ ഞാൻ എൻ്റെ കമ്പനിയിൽ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അവിടെ ഒരു ജനറൽ ഒരു ഇത് നടന്നു. എന്നുവെച്ചാൽ ആൾക്കാരുടെ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് ഈ കമ്പ്യൂട്ടർ സെക്ഷൻ IBM ആയിരുന്നു അന്ന് ഞങ്ങളുടെ കമ്പനിയിൽ. IBM കമ്പനി ആയിരുന്നു വന്നിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഇൻസ്റ്റാളൊക്കെ ചെയ്ത്. അപ്പൊ അവര് ഫീഡ്ബാക്ക് എംപ്ലോയീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ച് അവരോട് ഇതിനെ പറ്റിയിട്ടുള്ള കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാലുള്ള ഗുണം, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, അങ്ങനെ മെറിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് എതിർത്തിരുന്നു. ഞാൻ അന്ന് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തത്, ചില HR, ഇന്നത്തെ HR. അപ്പൊ HRMൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ദാറ്റ് മീൻസ് പല ആൾക്കാരും ജോലി പോകും. 10 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് 4 പേരോ 3 പേരോ മതി എന്ന് പറഞ്ഞ സമയത്ത് ജോലി പോകുന്നു പറഞ്ഞിട്ട് ഐ വാസ് ഓൾസോ വൺ അമംഗ്സ്റ്റ് മെനി പീപ്പിൾ. അതിനെ ഒബ്ജക്ട് ചെയ്ത ആൾക്കാരിൽ ഞാനുമാണ്. പക്ഷെ വീണ്ടും അത് വന്നു, എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ചിന്താഗതി ഈ പറഞ്ഞ നമ്മൾ അർജൻസിയും ഇമ്പോർട്ടൻറ്റും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ് ഓർ എന്താ പറഞ്ഞ അതിന്റെ ആ വെയിറ്റേജ് ഇന്നത്തെ തലമുറ കൊടുക്കണമെന്ന് അറിയില്ല. നമ്മൾ അവരുടെ ചിന്താഗതിയെ പറ്റി നമുക്കറിയില്ല. നൗ സുജിത് സാറിന്റെ തലമുറയും വിൻസെന്റ് ജോസ് എന്നുള്ള എൻ്റെ തലമുറയായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെക്കാട്ടി വലുതാണ് സുജിത് സാറിന്റെ മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കണം മകന്റെ ഇത്. അവന്റെ ആ ഗ്യാപ്പും കൂടെ നോക്കുന്ന സമയത്ത് വേണം നമുക്ക് അറിയാനായിട്ട്. കാരണം നൗ ഇപ്പൊ 7ാം ക്ലാസ് അല്ല 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നോട് എൻ്റെ കൊച്ചുമക്കൾ പറയും പക്ഷേ ഇതല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. നമുക്കറിയില്ല. ദാറ്റ് മീൻസ് ആ തോട്ട് ഓഫ് എന്താ പറഞ്ഞ ആ തോട്ട് മാറുന്നു, അതിനനുസരിച്ച് അവരുടെ നോളജ് മാറുന്നു, അവരുടെ ഇമ്പോർട്ടൻസ് മാറുന്നു, പ്രിയോറിറ്റി മാറുന്നു. നമ്മൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണേ പറ്റുള്ളൂ. നമ്മൾ അതിനെ ഒബ്ജക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പലപ്പോഴും ഇവിടെ ഞാൻ എൻ്റെ കൊച്ചുമക്കളോടൊക്കെ ഞാൻ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെയല്ല ഇവിടെ പഠിക്കുന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മക്കള് നോ. അപ്പൊ അങ്ങനെ അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതൊന്ന്
അത്രയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ഡേഷൻ, നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് ഇടയ്ക്ക് അപ്ഡേഷന്റെ മെസ്സേജ് വരാറുണ്ട്. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അതായത് ഇല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും. പഴയ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുകളെ പോലെയാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് മാർഗദർശിയാകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ എന്ന് പറയുന്നത് ഇമോഷണൽ ലിറ്ററസി ആൻഡ് സ്പിരിച്വൽ ലിറ്ററസിയാണ്. ഇത് രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും വ്യത്യസ്തമാണ്. സ്പിരിച്വാലിറ്റിയിൽ ഊന്നിക്കൊണ്ട്, അതായത് നമ്മൾക്ക് മേലെ അദൃശ്യമായ ഒരു ശക്തിയുണ്ട് എന്നുള്ള അവബോധം നമ്മളുടെ മക്കളിലേക്ക് പകർന്നു കൊടുത്താൽ, ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും നിമിഷം നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ വീണു പോകുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, അവർ സർഗാത്മക ചിന്തയിൽ അതായത് അവരുടെ ഇമോഷണൽ പ്രോബ്ലംസ് എല്ലാം തന്നെ അവിടെ സമർപ്പിച്ചു മുന്നേറും. അതായത് നമ്മുടെ പൂർവ്വ പിതാമഹന്മാരൊക്കെ ചെയ്തതുപോലെ, ഇപ്പൊ ക്രിസ്ത്യാനിയാണെങ്കിൽ പറയും, കർത്താവിൽ മോളെ നീ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, നിനക്കുള്ള കാര്യങ്ങളെല്ലാം ദൈവം തരും. അതുപോലെ തന്നെ ആ ഒരു വിശ്വാസം അഥവാ സ്പിരിച്വാലിറ്റിയിൽ ഊന്നിക്കൊണ്ട് ധർമ്മനീതികളിൽ അധിഷ്ഠിതമായ ജീവിതചര്യ നമുക്ക് ഈ ജനറേഷന് പകർന്നു കൊടുക്കാൻ കഴിയും. അവർക്ക് നമ്മൾ സൂര്യന് താഴെയുള്ള ഏത് കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾ പകർന്നു കൊടുക്കാൻ പോകുന്നതെങ്കിൽ, അവർക്ക് മുമ്പിൽ ചാറ്റ് ജിപിടിയും ഗൂഗിളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിന് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ, അർജൻസി ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നാം എവിടെ എന്ന് നാം തിരിച്ചറിയുകയും നമ്മളൊരു റോളുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ആ റോളിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ ഈ സമഗ്ര തലത്തിലും എന്തൊക്കെ വികസനം വരുത്തണം, പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതായത് അവരുടെ ആവശ്യത്തിന് മാത്രമേ വിളമ്പാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ചാറ്റ് ജിപിടിയെ കുറിച്ച് സാബു സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ട് എന്റെ മകന്റെ അടുത്ത് അതിനെക്കുറിച്ച് വിളമ്പാൻ ചെന്ന സമയത്ത് അവൻ ഒരുപാട് കാലം മുമ്പേ അത് കേട്ടിരിക്കുന്നു, 2 വർഷമായിട്ടുള്ള സംഭവമാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് പതുക്കെ തിരിച്ചറിയുക. കാരണം അതവിടെ വിളമ്പണ്ട. കാരണം അവന് ധർമ്മനീതിയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെടുക്കാം, നല്ല മനുഷ്യനാവേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചെടുക്കാം. കാരണം അവർ കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്നു, അഥവാ അവർ അപ്ഡേറ്റ് ചെയ്തു പോകുന്നു എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവരുടെ ഇന്റലക്ച്വൽ പവർ നമ്മളെക്കാൾ 10 മടങ്ങാണ് എന്ന തിരിച്ചറിവ്, അറിവല്ല തിരിച്ചറിവ്. അവരുടെ ഫിസിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണിയെടുത്ത് ചെന്ന് ഒരു ജോലിയൊക്കെ നേടി സമ്പാദിക്കുന്നതിന്റെ 10 ഇരട്ടി സമ്പാദിക്കാനുള്ള പവർ അവർക്കുണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഫിസിക്കൽ ലിറ്ററസിയിലും നമ്മൾ. പിന്നെ നമുക്കുള്ള 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇമോഷണൽ ലിറ്ററസി. ഇതൊക്കെ നേടിക്കഴിയുമ്പോഴും അവനിങ്ങനെ ചഞ്ചല ചിത്തനായി നിൽക്കുന്ന സമയത്ത് ശാന്തമായി നിന്ന്, മോനെ നീ എന്റെ മോനാണ് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ സ്വാന്തനത്തിലൂടെ അവന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുകയും, ഞാനും നിന്റെ അമ്മയ്ക്കും പുറമെ മറ്റൊരു സൃഷ്ടാവ് ലോകത്തുണ്ട് എന്ന് നമ്മൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ നമ്മൾ ഈ ജീവിതത്തിൽ ഒരു റൈറ്റ് ട്രാക്കിൽ പോകുന്നു എന്ന് പറയും. അപ്പം അർജൻസി ആൻഡ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് വേണ്ടി നാം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും, അതിനുവേണ്ടി വളരെ കെയർഫുള്ളായി നിൽക്കുക. വാല്യൂ ആഡഡ്, അതായത് പ്രിൻസിപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അവന്റെ വ്യക്തിത്വ വികസനത്തിന് സപ്പോർട്ട് ചെയ്യുക, അവന് വേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത് വിളമ്പുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മൾ
ചിലവഴിക്കേണ്ടാത്ത സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ മറ്റൊരാൾക്ക് ഗുണമുണ്ടോ ഒരു ഗുണമില്ലാതെ ഇങ്ങനെ ചർവണം ചെയ്ത് രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടി പോകാം. പക്ഷെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാതെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ്. ക്വാഡ്രന്റ് 1 ഈസ് അർജൻസി, ക്വാഡ്രന്റ് 2 ഇമ്പോർട്ടൻറ്റ്, ക്വാഡ്രന്റ് 3 അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. അതായത് എനിക്ക് വാട്സപ്പിൽ വിൻസെന്റ് സാറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മറുപടി കൊടുക്കാം, എനിക്ക് ഇപ്പൊ കൊടുക്കണ്ട, കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ റോയ് സാറ് ഒരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അതൊക്കെ എനിക്ക് സമയമുണ്ട്. അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരുന്നത് ഒരു ഇമ്പോർട്ടന്റും ഇല്ല അർജന്റും ഇല്ല, പക്ഷെ നമ്മൾ ബഹുഭൂരിപക്ഷം സമയം ചെലവഴിക്കുന്നത് അവിടെയാണ്. ബാറിലെ ആ ഒരു തണുത്ത ശീതളിമയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം ഓരോ പെഗ് കഴിച്ചുകൊണ്ട് പഴയകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത യാത്രകൾ അതൊക്കെ ഒഴിവാക്കാം. ബട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോളുകൾ ഐഡന്റിഫൈ ചെയ്യുക. റോയ് സാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു പിതാമഹൻ ഇല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ റോൾ ഉണ്ട് എന്ന് തോന്നുന്നു. ശരിയാണോ സാറേ? റോയ് സാറിന് മുത്തച്ഛനാണോ? അല്ല, ആണ്. ഓക്കെ, മുത്തച്ഛൻ. സാറിന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നത് യേശുദാസ് പറഞ്ഞതുപോലെ നമ്മളെ ആരുടെ മുമ്പിലാണോ ഏറ്റവും കൂടുതൽ തലകുനിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളെ ശിരസ്കരായി നമസ്കരിക്കുന്നത് നമ്മുടെ പേരക്കുട്ടികളുടെ മുമ്പിലാണ്. കാരണം അവിടെ ചെന്ന് ഒരു മുത്തശ്ശനും ഒരു കാര്യം ആ പേരക്കുട്ടിയുടെ അടുത്ത് പഠിക്കുന്നതിൽ നിന്നും ഞാൻ പറയാം, പണ്ടൊക്കെ എന്നെ ഇങ്ങനെ എന്റെ അച്ഛനൊക്കെ ഇങ്ങനെ മിണ്ടരുത് എന്ന് മൂലക്ക് പോയിരുത്തി എന്റെ അച്ഛൻ എന്തെങ്കിലും ഒച്ച ഉയർത്തി സംസാരിച്ചിട്ട് അച്ഛാ മിണ്ടരുത് എന്ന് എന്റെ മകൻ പറയുന്ന സമയത്ത് അച്ഛൻ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടും നോക്കാറുണ്ട്. കാരണം അവർ ആ ജനറേഷനെ കീപ്പ് ചെയ്യുന്നു. അതായത് മക്കളായിരുന്ന ഞങ്ങളെ നിശബ്ദരാക്കിയെന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി ഈ പേരക്കുട്ടികൾക്ക് കരുത്ത് ജപിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജനറേഷൻ ഗ്യാപ്പ് അല്ല, ഒരു തിരിച്ചറിവാണ്. കാരണം ഇവൻ വലുതാവുന്ന സമയത്ത് നമ്മൾ എവിടെയെന്ന് ചിന്തിച്ചാൽ, അതായത് ഈ 7ാം ക്ലാസ്സുകാരനും 60 വയസ്സുകാരനും 7ാം ക്ലാസ്സുകാരന്റെ കല്യാണത്തിന് ഞാനുണ്ടാവുമോ എന്ന് ചിന്തിച്ചിരുന്ന എന്റെ അച്ഛന് അവന്റെ മുമ്പിൽ അവനോട് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുന്ന അച്ഛൻ പണ്ട് അതേ സമയത്ത് അതേ തെറ്റ് ചെയ്ത് എന്നോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് ചിന്തിച്ചാൽ വിരോധാഭാസം എന്ന് തോന്നുമെങ്കിൽ പോലും അതൊരു കാലനീതിയാണ്, ഒരു കാലം തിരിച്ചറിവ് കൊണ്ടുവരുന്നതാണ്. ആ തിരിച്ചറിവ് നമ്മുടെ ജനറേഷനിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഉള്ള 17 പേരും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എന്റെ പ്രായവും അതിനപ്പുറത്തേക്ക് പോയവരാണ് എന്ന് മനസ്സിലാക്കുന്നു. ചെറിയ കുട്ടികളാരും ഇല്ല. അപ്പൊ നമുക്കുള്ള തിരിച്ചറിവ് പേരക്കുട്ടികളെ കൂടെ ചേർത്ത് നിർത്തുക, അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുക. ഏത് കാര്യത്തിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തി നമ്മൾ മുന്നേറിയാൽ അത് നമ്മൾ കാലാനുസൃതമായ മുന്നേറ്റമായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അർജൻസി ആൻഡ് ഇമ്പോർട്ടന്റില് കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. പ്രിപ്പറേഷൻ, അതിനുള്ള തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ മികച്ച സംഘാടനം. നമ്മളെ BJP ഒക്കെ കേരളത്തിൽ വന്ന് സംഘാടനം നടത്തുന്ന പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം സാബു സാറൊക്കെ കൊണ്ടുവന്ന ഒരു പോയിന്റ് നമുക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കി സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ കയറിയിട്ട് മാക്സിമൈസ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുക, നമ്മുടെ കുട്ടികളോടൊപ്പം പവർഫുൾ ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റുക, കാലത്തിന് മീതെ സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിച്ചുകൂടെ? ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഡിസ്കഷൻസ് ഒക്കെ അതിന്റെ കൂടെ നടന്നു കാണും അല്ലേ? ഒരുമിച്ചാ പോയ സാറേ. യെസ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. ടോമി സാറിന് എന്തോ ആഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. റോയ് സാർ പറയും. റോയ് സാർ പറയും. ടോമി സാർ, റോയ് സാർ. ഹലോ, റോയ് സാർ പറഞ്ഞു. വിസ്താറിന്റെ ഇന്നത്തെ ക്ലാസ് അർജൻസി ആൻഡ് ഇമ്പോർട്ടൻസിനെ ആണ് ഉപദേശിച്ചത്. പക്ഷേ
അതിൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വളർന്ന ജീവിച്ച കാലഘട്ടവും ഇന്നത്തെ തലമുറ ജീവിക്കുന്ന കാലഘട്ടവും രണ്ടും രണ്ടാണ്. അപ്പോ ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികളാണ്. അത് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒക്കത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ജീവിച്ച സമയത്ത് വരുന്ന എമോഷണൽ ആയിട്ടുള്ള കൺട്രോളുകളും മറ്റു കാര്യങ്ങളും അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല. അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പറ്റുന്ന ഒരു സാഹചര്യവും അല്ല. പക്ഷെ അനുഭവിച്ചറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ വളരെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു സുജിത് സാർ. വളരെ പ്രധാനപ്പെട്ട, കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇത് മുൻകൂട്ടി ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷകരമായി കൊണ്ടുപോകാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ പേരക്കുട്ടികളിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടിയ കുറെ കാര്യങ്ങളാണ്. അതങ്ങനെ പെട്ടെന്ന് ഏക്കത്തില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഇത് അവരിൽ നിന്നും മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സീനിയറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ എന്നുള്ള ഭാഗം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അതുകൊണ്ട് മാക്സിമം അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള റിലേഷനും നമുക്ക് അവരോടുള്ള റിലേഷനും ഇമ്പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും സാറേ, നാഷണൽ ഫാദർഹുഡ് അവാർഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്. കാരണം നമുക്ക് എത്ര മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, അവരുടെ ഫാദറായി നിൽക്കുക, അവർക്കൊരു ഇൻസ്പയർ ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ആരാ പറയുന്നേ? ടോമി സാർ പറയും. വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടി കേട്ടോ. രത്നമ്മ പറയും. ഞാനേ ആദ്യം കാറിന്റെ ഡ്രൈവിംഗ് പഠിച്ചത് മകനെ പഠിച്ചെന്ന്. എല്ലാ കാര്യങ്ങളും നല്ല ബ്രില്യന്റ് ആണ് ആളെ. മകനേക്കാൾ ശിഷ്യത്വം സ്വീകരിക്കാൻ മകന്റെ മകനല്ലേ കൂടുതൽ ഇന്റിമസി ഉണ്ടാവുക. അതെ, ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ടം പോലെ അവൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറിയ കുട്ടിയാണ്, അത് പേരക്കുട്ടിയാണ്. മക്കളുമായിട്ട് ഇന്റിമസി ഉണ്ടോ? 7 ഉള്ളൂ. ഓരോന്നിനെ പറ്റിയും ചെറിയ കാര്യങ്ങളടക്കം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞ എന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഞാനിന്ന്. സാബു സാറേ, ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയാണ്. എന്റെ അമ്മ പണ്ട് ഞാനെങ്കിലും എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ചൂലും എടുത്ത് എന്നെ ഓടിക്കുമായിരുന്നു. പക്ഷെ എന്റെ മകൻ അമ്മേനെങ്കിലും വരച്ച വരല് നിർത്തിയിട്ട് പറയുമ്പോ അമ്മ മിണ്ടാതിരുന്ന് കേൾക്കുക. അതിന്റെ നീതി. അതെ, അത് വളരെ സത്യമാണ് സാറേ. എന്റെ അനുഭവത്തില് ഇപ്പം എന്റെ ഒപ്പം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പം മൂലയിലായി കഴിഞ്ഞു. അപ്പൊ എന്നെ നോക്കി പലരും പറയലുണ്ട്, ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡെയിലി ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുക, ഓരോരോ പുതിയ ഇൻഫർമേഷൻസ് ഇതാകുക, ഓരോ പുതിയ കോഴ്സുകൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാലത്തിനൊപ്പം എന്നാലും കുട്ടികളുടെ ഒപ്പം ഓടിയെത്താൻ കഴിയില്ല. കാരണം അവര് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കും. ഈ പല കാര്യത്തിലും നമ്മള് നമ്മുടെ മക്കളോടും അതുപോലെ കൊച്ചുമക്കളുടെ അടുത്തുനിന്നും നമ്മൾ കേട്ട് പഠിക്കേണ്ടതുണ്ട്, കണ്ടു പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അവരെ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്ഥാനം നിലനിർത്താൻ കഴിയുക. അംഗീകരിച്ചു കൊടുക്കാതെ നമ്മൾ കൂടുതൽ കഴിവുള്ളവരാണ്, വലിയ ആൾക്കാരാണ്, നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പോയി പണി നോക്കാൻ പറയും. കാരണം അവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. അതാണ് സത്യം. സാർ, ഇതില് പേരക്കുട്ടികളുടെ മുമ്പില് അതെ നമുക്ക് സറണ്ടർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ മക്കളുടെ മുമ്പിൽ സറണ്ടർ ആവുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും. ഇന്നലെയും എന്റെ പേരക്കുട്ടി എന്നോട് പറഞ്ഞു, ഗ്രാൻഡ് മാ ഡോണ്ട് നോ എനിത്തിങ് എന്ന് പറഞ്ഞു. ഞാനതല്ല, യു ഡോണ്ട് നോ എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി ചില ഉദാഹരണം സഹിതം എന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള കുട്ടിയാണ് മനസ്സിലാക്കുന്നത്. എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വിട്ടുകുത്തി. അപ്പൊ അതാണ് സാർ കാലം. ഒരു സന്തോഷമുള്ള കാര്യമാണ് സാറേ. അതെ, അത്രയധികം സന്തോഷം നൽകുന്ന ഒന്നില്ല ലോകത്ത്. തീർച്ചയായിട്ടും. താങ്ക് യു സാർ.
ഞാനും സാറേ, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയ സമയത്ത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ വൈഫ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ വന്നാൽ അപ്പം തന്നെ ചോറ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് ചോദിക്കും, ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, ചോദ്യമൊക്കെ ചോദിക്കാൻ. അപ്പം ഞാൻ എന്നെ ഒബ്ജക്റ്റ് ചെയ്യും. ആ കാര്യത്തിൽ ഞാൻ വളരെ ലിബറലായിരുന്നു. പക്ഷേ വൈകുന്നേരം പഠിക്കണ കാര്യത്തിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല അസൽ അടി കൊടുത്തിരുന്നു, നല്ല അടി കൊടുത്തിരുന്നു. ഇപ്പോ എൻ്റെ മക്കളെ അവര് പനിഷ് ചെയ്യുമ്പോൾ ഞാൻ ഇടയിൽ കയറി ഇടപെടും. മോളെ വേണ്ട, വഴക്ക് പറയണ്ട, പോട്ടെ, കുഞ്ഞുങ്ങളല്ല, സാരില്ല. അപ്പൊ എൻ്റെ മോള് പറഞ്ഞ വാക്ക് ഞാനിപ്പോ ഓർക്കാണ്. പപ്പ അവര് ഹിന്ദിയിലാണ് ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട്. അപ്പൊ അവര് പറയും, പപ്പ എങ്ങനെ, പപ്പ ഞങ്ങളെ ചെയ്ത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ആ ചെയ്തതിന് ഉള്ളൊരു പ്രായശ്ചിത്താന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എങ്ങനെ അവരെ വഴക്ക് പറയല്ല, കുഞ്ഞുങ്ങളല്ല ചെയ്തോളുന്നുണ്ട്. ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ വളരെ കുറച്ച് കൂടുതൽ ഞാൻ ഉപദ്രവിച്ചല്ല, മീൻസ് ഞാൻ അവരെ ശിക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ ഉടനെ എൻ്റെ രണ്ടാമത്തെ മോൾ എപ്പോഴും പറയും, പപ്പയുടെ ഇന്ന് 2 അടി കിട്ടിക്കഴിഞ്ഞാല് അന്ന് വൈകുന്നേരം ചില്ലി ചിക്കൻ കിട്ടും. കാരണം പിന്നെ എനിക്ക് വിഷമാവും, പിന്നെ ഞാൻ പോയി ചില്ലി ചിക്കൻ മേടിച്ചോണ്ട് വരും. അതുപോലെയായിരുന്നു. പക്ഷെ ഇവരെ വഴക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഞാൻ പറയും, മോളെ കുഞ്ഞുങ്ങളല്ലേ, സാരില്ല, അവർക്ക് അറിയാണ്ട് പറ്റിയതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സ്പെസിഫൈ ചെയ്യാൻ നോക്കും. അപ്പൊ അത് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ തലമുറയുടെ ആ ഗ്യാപ്പാണ്. നമ്മള് കുഞ്ഞുങ്ങളായിരുന്നു നമ്മളെങ്ങനെ ചെയ്തു, നമ്മുടെ പാരൻസ് നമ്മളോട് എങ്ങനെ ചെയ്തു, നമ്മുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ചെയ്യണു, നമ്മൾ പിന്നെ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ എങ്ങനെ ചെയ്യണം. ഇറ്റ്സ് എ സർക്കിൾ. ഈ ഡിസിപ്ലിൻ, മക്കൾക്ക് ഡിസിപ്ലിനില്ല, കൊച്ചുമക്കൾക്ക് ഡിസിപ്ലിനാകെ പോകുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രാൻഡ് പാരന്റ്സ് കൂടെ ഉള്ളതാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് തിരിച്ചറിവാണ് വരുന്നത്. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് എങ്ങനെ ഇമോഷണലി, അതായത് അവരുടെ വൈകാരികതയെ ഇല്ലെങ്കിൽ ആത്മാവിനെ എങ്ങനെ നോവിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മുത്തച്ഛനാകുമ്പോഴാണ്. കാരണം നമ്മൾ അച്ഛനാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സമയത്ത് എൻലൈറ്റ്മെന്റ് ഇല്ല, അനുഭവമില്ല അല്ലെ, അനുഭവമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ കാണുന്നത് മുത്തച്ഛനാകുമ്പോൾ മാത്രമാണ്. പേരക്കുട്ടീനെ നോക്കി ഒരു മുത്തച്ഛന് അഹങ്കരിക്കാറില്ല. അവൻ വലുതാകുമ്പോൾ നമ്മളുണ്ടോ നമുക്ക് ഉറപ്പില്ലല്ലോ. ഒരു കാര്യമുണ്ട്, കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് സ്വയം അവബോധം ഉണ്ടാവുന്നതും തിരിച്ചറിവ്. ഞാൻ ഈ സുജിത് സാറിന്റെ നിന്നാണ് ഈ തിരിച്ചറിവ് എന്നുള്ള വാക്ക് ഞാൻ പഠിച്ചത്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്നത് നമുക്കൊരു പ്രായം കഴിയുമ്പോഴാണ്. നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നില്ല, നമുക്ക് അറിവുണ്ടാവും. ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആഫ്റ്റർ എ സർട്ടൻ ഏജ് ആണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയണം, മറ്റുള്ളവരെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞതാണ്. തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവും. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാനുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മളൊരു സർട്ടൻ ഏജ് ആവുന്ന സമയത്താണ്. നമ്മൾ റീകോൾ ചെയ്യും, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിൽ നമ്മൾ നോക്കും. ആ സമയത്ത് നമുക്ക് ശരിയാണ്, നമ്മൾ അന്ന് ചെയ്ത് ശരിയല്ല, ഇന്ന് ശരിയല്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അഡ്വൈസ് ചെയ്യും, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടണത് നമുക്കൊരു പ്രായം അതിന് ശേഷം മാത്രം. ഷാബു സാറേ, വിൻസൻ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് യങ്സ്റ്റേഴ്സിലേക്കാണ് ഈ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. യങ്സ്റ്റേഴ്സ് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ 22 വയസ്സാണ്. അവരിലേക്ക് നമുക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യാൻ സാധിച്ചാൽ ഇന്ത്യൻ യുവത്വം എത്രമാത്രം പവർ ആയിരിക്കും, എത്രമാത്രം വലിയ മിറാക്കിളായിരിക്കും ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയിലൊക്കെ ഇപ്പൊ 35-40 വയസ്സ് ആവറേജ് ഏജ് വരുന്നത്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള കൺട്രിയാണ് നമ്മുടേത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ, വിൻസൻ സാറ്, നാഷ്, സരസ്വതി മാം, റോയി മാം, അതേപോലെ തന്നെ സുധീർ സാറ്, ഷാജി മാത്യു, ടോമി സാറ്, വർഗീസ് സാറ്, ഷാബു സാർ, നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ എത്രയോ തിരിച്ചറിവ് നമുക്ക് കൊടുക്കാൻ സാധിക്കും യങ് ജനറേഷന് വേണ്ടി. സാറേ, ഞാൻ ഇന്ന് വാട്സപ്പില് ഒരു ഹിന്ദിയിലാണ്, അതായത് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല, ഹിന്ദിയിലുള്ള ഒരു വാട്സപ്പ് മെസ്സേജ്, വീഡിയോ മെസ്സേജാണ്. അതില് 2 ആൾക്കാർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിലൊരാൾ പറയാണ്, ഞാൻ ഒരു കഥ പറയാ, നിങ്ങൾ വിചാരിക്കരുത് അതൊരു റിലീജിയസ് റിലേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് കൊണ്ട് പറയണം.
സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒരു നല്ലൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങള് ദൈവത്തോട് അങ്ങോര് എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ആളെന്നാണ് അവിടെ ഉള്ള ജനറൽ ആയിട്ടുള്ള ഒരു വിശ്വാസം. എന്നുവെച്ചാല് മൂസ അങ്ങനെ എന്താണ് അത് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എനിവേ അവര് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സന്യാസി അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുന്ന ആളാന്നുള്ള ജനറൽ ആയിട്ടുള്ള അവിടെ ഒരു പ്രചാരമുണ്ട്. അപ്പൊ ഒരു വലിയൊരു ധനികൻ വന്നിട്ട് ഈ പറഞ്ഞ സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആളല്ല, ദൈവത്തോട് പറയുക, എനിക്ക് ഒത്തിരി ധനം കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് വേണ്ട. ദൈവത്തോട് പറ, എനിക്ക് ഇനി ധനം വേണ്ട, അത് നിർത്തിക്കോളാൻ പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞോളാം. അത് കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു വളരെ പാവപ്പെട്ട ഒരു ദരിദ്രനായിട്ടുള്ള ഒരാള് പറഞ്ഞു. അദ്ദേഹം കണ്ടു പറഞ്ഞു, മൂസ ഈ സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആളല്ലേ, ഇത് നോക്കിയാൽ എനിക്ക് കീറി പറഞ്ഞ ഷർട്ടും കീറി പറഞ്ഞൊരു മുണ്ടേ ഉള്ളൂ, വല്ലവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് എനിക്ക് ഇറന്നിട്ട് വേണം എനിക്ക് ജീവിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തോട് പറ, എനിക്ക് എന്തെങ്കിലും തരാനായിട്ട്, നല്ലൊരു വസ്ത്രവും ഭക്ഷണവും തരാനായിട്ട് നിങ്ങൾ പറ. ഇങ്ങോര് പറഞ്ഞു ഓക്കെ, ഞാൻ പറയാം. ഈ പറഞ്ഞ സന്യാസിക്ക് ശരിക്കായിട്ടും ദൈവത്തോടുള്ള ഒരു അടുപ്പമുണ്ട്. പിറ്റേ ദിവസം അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ വിൻസെന്റ് ജോസഫ് സാറ് പറഞ്ഞു വലിയ ധനികരാണ്, അദ്ദേഹത്തിന് ഇനി വേറെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന എന്താണ് പറഞ്ഞത്, അനുഗ്രഹങ്ങളൊക്കെ നിർത്തിയേക്കാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അയാളോട് പറ, ഇനി എന്നെ പുകഴ്ത്തി എന്നുവെച്ചാൽ എന്നെ സ്തുതിക്കണ ആ ഏർപ്പാട് നിർത്താൻ പറയും. എന്നോട് എപ്പോഴും പറഞ്ഞില്ലേ നന്ദി ദൈവമേ എന്നുള്ള ആ വാക്ക് നിർത്താൻ പറ. ഓക്കെ. പിന്നെ ഉടനെ തന്നെ പിന്നെ പറഞ്ഞു, വേറൊരാളുണ്ട്, അങ്ങേർക്ക് ഭക്ഷണമൊന്നും കിട്ടണില്ല, കീറിയ പറഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ഇതുവരെയായിട്ട് എന്നോട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി കാണിച്ചിട്ടില്ല. നാളെ മുതൽ പുള്ളിയോട് പറ എന്നോട് നന്ദി പ്രകാശിപ്പിക്കാൻ, അയാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ. ഇദ്ദേഹത്തിന് സന്തോഷമായി. പിറ്റേ ദിവസം ഉടനെ പറഞ്ഞു, ഈ പറഞ്ഞ ധനികനായിട്ടുള്ള ആളോട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് സംസാരിച്ചു. ദൈവം പറഞ്ഞു ഓക്കെ, ഇന്ന് മുതൽ നിനക്കുള്ള പ്രത്യേക ഇതൊന്നും ഇല്ല, നിർത്തിക്കോ. പക്ഷെ നീ ആ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കണ്ടല്ലോ, അത് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അതെങ്ങനെ നിർത്തണം? ഇത്രയും നാളെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ആ നന്മകളും ഇതൊക്കെ ഞാൻ എങ്ങനെ നിർത്തും? നാളെ മുതൽ എനിക്ക് വേണ്ട, എനിക്ക് വേറെ പ്രത്യേകിച്ച് വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ എനിക്ക് തന്നിട്ടുള്ള നന്മകൾ ഞാൻ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് ആ ദൈവത്തോടുള്ള നന്ദി എനിക്ക് പ്രകടിപ്പിച്ചേ പറ്റൂ. അത് ഞാൻ ചെയ്യും. എനിക്ക് വേറെ വേണ്ട. ഇതുവരെ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള എന്താണ് ആ ബ്ലെസ്സിങ്സിനുള്ള നന്മ, അതിനുള്ള നന്ദി എനിക്ക് പ്രകടിപ്പിച്ചേ പറ്റൂ. ഓക്കെ. മറ്റേ ആളോട് പറഞ്ഞു, നിനക്ക് ദൈവം പറഞ്ഞു നാളെ മുതൽ നിനക്ക് കിട്ടും, നീ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കണം. എന്ത് നന്ദി പ്രകാശിപ്പിക്കാൻ? എനിക്ക് കീറി പറഞ്ഞ ഷർട്ടും കീറി പറഞ്ഞ മുണ്ടേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എനിക്ക് ഇതുവരെ എന്താ ദൈവം എനിക്ക് തന്നിട്ടുള്ള? ഞാൻ എന്തിനാ നന്ദി പറയണ? കിട്ടട്ടെ, അപ്പൊ ഞാൻ നന്ദി പറഞ്ഞോളാം. അതായത് നമ്മൾ ഈ നന്ദി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വന്നപ്പോ നമ്മൾ ശ്വസിക്കണോ? അത് ആരുടെ അതുകൊണ്ടാണ് വിൻസെന്റ് ജോസ് എന്നുള്ള ഞാനും സാബു സാർ എന്നുള്ള സാറും ശ്വസിക്കണതും ജീവിക്കണതും കാലത്ത് എണിക്കണതും നമ്മുടെ ആരുടെയും ഇതൊന്നും കൊണ്ടല്ലല്ലോ, ഏതൊരു ശക്തിയുടെ ഇത് കൊണ്ടാണ്. അപ്പൊ ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ശക്തിയോട് ഒരു നന്ദി പറഞ്ഞുകൂടാ? നമുക്ക് നന്ദി പറഞ്ഞു. എത്ര ആൾക്കാരുണ്ട് രാത്രി ഉറങ്ങിയിട്ട് നേരം വിളക്കുമ്പോൾ എണിക്കാത്ത ആൾക്കാര്. നമ്മൾ എണിച്ചപ്പോ നമുക്ക് നന്ദി പറഞ്ഞുകൂടെ? നമ്മളിൽ എത്ര പേര് നാളെ രാവിലെ പറഞ്ഞിടാ ലാറ്റിറ്റ്യൂഡ്.
ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് അതിൽ ഹിന്ദിയിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇന്ന് സുജിത് സാറ് പറഞ്ഞ കാര്യത്തോടും കൂടെ ബന്ധപ്പെടുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നു. മെറ്റീരിയലിസ്റ്റിക് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു തലം വരുമ്പോഴാണ് ഈ പ്രശ്നം പോകുന്നത്. ഇബ്രാഹിം സാർ എന്താ പറയുന്നുണ്ടല്ലോ? സുധീർ കുമാർ, സുധീർ സാറേ എവിടെയാണ്? സരസ്വതി മാം ഉണ്ട്, സുധീർ കുമാർ സാമുണ്ട്, നാഷാറുണ്ട്. ഞാൻ തുടക്കത്തിലൊന്നും കേട്ടില്ല സാർ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയതാണ്. നല്ല ഇതായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇനിയുള്ള തലമുറനെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ്. കാരണം അത് നമ്മള് എവിടെയായിരിക്കും എത്തുക? കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ചാറ്റ് GPT ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനി നമ്മളെ അധ്യാപകരെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പിള്ളേര് ചാറ്റ് GPT AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അധ്യാപകർ വണ്ടടിക്കൂലേ? അതാണ് അടുത്ത തലമുറേനെ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും നമ്മൾ ഉണ്ടെങ്കിൽ. ഓക്കെ, നന്നായിരുന്നു സാർ. എങ്ങനെയുണ്ട് സാർ? കുറെ നാളല്ലേ കണ്ടിട്ട്. എവിടെയായിരുന്നു? എന്തൊക്കെയാ പരിപാടി? ആര്, ഞാനാണോ? സുധീർ സർ. ഒന്നുമില്ല, നമ്മള് മേഖലയിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ 4AM ക്ലബ് ഇപ്പം പൂട്ടി, മറ്റേ അതിലുണ്ടായിരുന്നു. ഇപ്പൊ നടക്കുന്നില്ല. സുജിത് സാറ് ഓർമ്മയില്ലേ? നമ്മള് വയനാട്ടിൽ നിന്ന് കണ്ടത് ഓർമ്മയില്ലേ സുജിത് സാറ്? നമ്മൾ ഒരേ തൂവൽ പക്ഷികളിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സുധീർ സാറ് പറഞ്ഞായിരുന്നു ഒരു ക്ലാസ് എടുക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയതാ, പിന്നെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. സാറിനെ നമുക്ക് പിടിക്കണം. പിന്നെ പോസ്റ്റ് എംഎയിൽ പോയ ട്രെയിനിങ് കൂടുകയൊക്കെ ചെയ്തു അല്ലേ? അതിലൊന്ന് പങ്കെടുത്തിരുന്നു. TTWS കഴിഞ്ഞ അല്ല, തോട്ട്സ് അല്ലേ കഴിഞ്ഞ? അപ്പൊ ഇടയ്ക്ക് ഒരു ക്ലാസ് എടുക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ കണ്ടില്ല, അതാ ഞാൻ പ്രത്യേകം ചോദിച്ചത്. സാറെ നാഷ് സാറിനെ കൊണ്ട് നമുക്കൊരു ക്ലാസ് എടുപ്പിക്കണം. പിന്നെന്താ, ആയിക്കോട്ടെ. സരസ്വതി മാം, അബ്ദുൾ റഹീം, ഒരു 3 പേരെ നമുക്ക് പിടിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചേഞ്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇപ്പൊ ഇത് ന്യൂ ജനറേഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഒരു ടീം വേണം. അതിന് ഒരു ടീമിലൂടെ വേണം നടക്കാൻ. നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത്, അത് സുജിത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്ട്രക്ചറിങ് ഉടനെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ സ്കൂൾ ഇയറിൽ നമ്മൾ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയർ ചെയ്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അതിനുവേണ്ടിയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ സെഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇനി പുതിയ ട്രെയിനറായിട്ട് വേണം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. അബ്ദുൾ റഹീം സാർ ഒന്നും സംസാരിച്ചില്ലല്ലോ. പറയാൻ വന്നിരുന്നു, ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സുജിത്. നാളെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. വിൻസെൻ സാർ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയമാണ്. ബൈജു ഭാസ്കറിനാണ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വെയിറ്റ് ചെയ്യാം. See you and thank you and good night. സുജിത്താണ് ഹോസ്റ്റ്.